എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 25 നവംബർ തിങ്കളാഴ്ച. മാർക്കറ്റിൽ നിന്ന് 200 പോയിൻറ്റോളമുള്ള നല്ലൊരു ഗ്യാപ്പ് അപ്പിനാണ് സാധ്യത. അത് വലിയൊരു പോസിറ്റിവിറ്റി നമുക്ക് തരുന്നുണ്ട്. മഹാരാഷ്ട്ര ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള BJPയുടെ വിക്ടറിയാണ് ഈ ഗ്യാപ്പ് അപ്പിന് കാരണമായി നമുക്ക് കാണാവുന്നത്. അതുപോലെ മാർക്കറ്റിലുള്ള മറ്റൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട മാർക്കറ്റിലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോസിറ്റീവ് പൊസിഷനുകളും ഫ്യൂച്ചേഴ്സിലുള്ള പോസിറ്റീവ് പൊസിഷനുകളും ഈ ഗ്യാപ്പ് അപ്പിനൊരു കാരണമാവുന്നുണ്ട്. എന്തെങ്കിലും അധികം താമസിയാതെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തിരിച്ചു വന്നേക്കാം എന്നുള്ളൊരു സൂചനയായിട്ടാണ് മാർക്കറ്റ് അതിനെ എടുക്കുന്നത്. വെള്ളിയാഴ്ച നിഫ്റ്റി 2.39% ഉയർന്ന് 23,907 ക്ലോസ് ചെയ്തത്. നമുക്കിന്നൊരു 24,200 താഴെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 2.54% ഉയർന്ന് 79,117 ഫോറിൻ ഡാറ്റ നോക്കുമ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് തന്നെയായിരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 1,278.4 കോടിക്ക് സെല്ല് ചെയ്തതായിട്ട് കാണാം. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,722 കോടിക്ക് ബൈ ചെയ്തതായിട്ടും കാണാം. US മാർക്കറ്റിൽ S&P 500, ഡോ ജോൺസ്, നാസ്ഡാക്ക് എന്നിവ ഫ്ലാറ്റ് ആയിരുന്നു. ഗോൾഡ് 0.7% ഉയർന്ന് $2,687.3 പെർ ഔൺസും ബ്രെന്റ് ക്രൂഡ് $74 പെർ ബാരലിന് മുകളിലുമായിരുന്നു. ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ആണ്. ഈ കമ്പനി നവി മുംബൈയിൽ അഡ്വാൻസ് ഒപ്റ്റിക്കൽ സിസ്റ്റംസിൻ്റെ ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 500 കോടി വരുന്ന കുറച്ച് വർഷങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവരുദ്ദേശിക്കുന്ന അഡ്വാൻസ് ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ഡെവലപ്മെൻറ്റ് പാർക്ക് ഇവിടെ തുടങ്ങാനാണ്. അടുത്ത് കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് ഇൻഷുറൻസ് ബിസിനസ്സിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ഓഫ് അപ്രൂവൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ മേജറായ ജനറലി ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണിത്. MTNL നെഗറ്റീവ് ന്യൂസുണ്ട്. MTNL എസ്ക്രോ അക്കൗണ്ടിൽ ബോണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഫണ്ട് ചെയ്യാൻ ഫെയിലായിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. ഇത് റൈറ്റ്സ് ആണ്. റൈറ്റ്സിൻ്റെ നോർത്ത് ഫ്രണ്ടിയർ റെയിൽവേ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ 532 കോടിയിൽ നിന്ന് 528 കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അടുത്തത് സൊമാറ്റോ ആൻഡ് JSW സ്റ്റീലാണ്. സൊമാറ്റോ ലിമിറ്റഡ് സെൻസെക്സിലോട്ട് വരികയാണ് 23 ഡിസംബർ മുതൽ. അതേസമയം JSW സ്റ്റീൽ സെൻസെക്സിൽ നിന്നും പോവുകയാണ്. BSE വെള്ളിയാഴ്ച അവരുടെ പീരിയോഡിക് റീബാലൻസിങ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു MOUവിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. സീട്രിയം ലേറ്റോയുർനെയു എന്ന കമ്പനിയുമായിട്ടാണ്. ജാക്കബ് റിഗ്സിൻ്റെ ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു MOU ആണിത്. അടുത്ത RBL ബാങ്കാണ്. RBL ബാങ്കിന് മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 61.4 ലക്ഷത്തിൻ്റെ ഒരു മോണിറ്ററി പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. KYCയുമായി ബന്ധപ്പെട്ട നോംസിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് ഈ ഒരു ഫൈൻ കൊടുത്തിട്ടുള്ളത്. അടുത്ത CESE ആണ്. CESEയുടെ ആമിന് ചണ്ഡീഗഡിലുള്ള ഡിസ്കോം വാങ്ങാൻ 871 കോടിയുടെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത HG ഇൻഫ്ര ആണ്. HG ഇൻഫ്രയ്ക്ക് NTPCയിൽ നിന്നും സ്റ്റാൻഡ് ലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിർമ്മിക്കാനുള്ള ഒരു ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത IPO ഓഫറിംഗ് ആണ്. IPO ഓഫറിംഗിൽ ആദ്യമായിട്ടുള്ളത് NTPC ഗ്രീൻ എനർജിയാണ്. ഈ ഇഷ്യൂ 2.42 ടൈംസ് ആണ് ലാസ്റ്റ് ദിവസം സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടുള്ളത്. വീക്ക് സബ്സ്ക്രിപ്ഷൻ ആണെന്ന് പറയണം. അടുത്തത് എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ആണ്. ഇന്നും നാളെയും കൂടിയാണ് ഇവരുടെ ബിൽഡിംഗ് ഉള്ളത്. ഫസ്റ്റ് ദിവസം 2.08 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് വന്നതിൽ അത്യാവശ്യം നല്ലൊരു സബ്സ്ക്രിപ്ഷൻ ഈ കമ്പനിക്ക് വന്നിട്ടുണ്ടെന്ന് കാണാം. ഇന്ന് ബോണസ് ഇഷ്യൂ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ശക്തി പമ്പ്സിനാണ്. 5:1 ബോണസ് ആണുള്ളത്. അടുത്ത ഡിവിഡൻ്റ് ആണ്. ബൽറാംപൂർ ചീനി മിൽസ്, EPL, PFC എന്നിവയ്ക്കാണ് ഇന്ന് ഡിവിഡൻ്റ് ഉള്ളത്. എക്സ് ഡേറ്റ്. അവസാനമായി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കാം. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 2.36% ഡൗൺ ആണ്. 23,900. 7 പോയിൻ്റ് ഡിസ്കൗണ്ട് എന്ന് കാണാം. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് 10.8% ഡൗൺ ആണ്. നിഫ്റ്റി നവംബർ 28 എക്സ്പയറിയുള്ള ഓപ്ഷൻസ് മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000, മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 21,700 കാണാം. ഇന്ത്യൻ റുപ്പി അല്പം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5 പൈസ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 84.45 എന്ന നിരക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. FII ബൈയിങ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.